എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് ഉറപ്പാണ്, ലൈഫിൽ അറ്റ് സം പോയിന്റ് ഓഫ് ടൈം നമ്മളെല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാകും ഒന്ന് സമയത്തേക്ക്, നമുക്ക് പ്രിയപ്പെട്ട സമയത്തേക്ക്, കഴിഞ്ഞു പോയ സമയത്തേക്ക് ഒന്ന് തിരിച്ചു പോകാൻ പറ്റിയിരുന്നെങ്കിൽ. അതിൽ മിക്കവർക്കും ആ പ്രിയപ്പെട്ട സമയം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ ലൈഫ് തന്നെയായിരിക്കും. കഴിഞ്ഞു പോയ സമയത്തേക്ക് നമുക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റില്ലായിരിക്കും, പക്ഷെ ആ നല്ല നിമിഷങ്ങൾ തന്ന സ്ഥലത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പോകാമല്ലോ. ഞാൻ എപ്പോഴും പറയും, എൻ്റെ ലൈഫിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സമയം എന്ന് പറയുന്നത് എൻ്റെ +1 +2 കാലഘട്ടമായിരുന്നു. 2 വർഷം അടിപൊളി മൊമെൻറ്റ്സ് ആയിരുന്നു എൻ്റെ ലൈഫിൽ. കഴിഞ്ഞ ശനിയാഴ്ച 17 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും എൻ്റെ സ്കൂളിൽ പോയി, ഞങ്ങളുടെ അലംനൈ മീറ്റിനായിട്ട്. സ്കൂളിലേക്ക് നടക്കുമ്പോൾ എൻ്റെ കാലുകൾ ഇന്നത്തെ ദിവസത്തിലായിരുന്നുവെങ്കിലും മനസ്സ് വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോയി. അങ്ങനെ 17 വർഷം പിറകിലോട്ട് 100,000 ഓർമ്മകളാണ് മനസ്സിലൂടെ കടന്നുപോയത്. ഒരു കാലത്ത് എല്ലാ ദിവസവും നടന്നിരുന്ന ക്ലാസ് മുറികൾ, ഓടി നടന്നിരുന്ന വരാന്തകൾ, ചിരിയും കളിയും നിറഞ്ഞിരുന്ന ക്ലാസ് മുറികൾ, ആ കുത്തി വരച്ചിരുന്ന ഡെസ്കും ബെഞ്ചും എല്ലാം അങ്ങനെ ഓർമ്മയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കും. എല്ലാം ഇന്നും അതേപോലെ അവിടെ തന്നെ ഉണ്ട്. എനിക്ക് ഒന്ന് മാറിയത് നമ്മളാണ്. ഞാൻ എൻ്റെ 10ാമത്തെ വയസ്സിൽ, അതായത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ സ്കൂളിലേക്ക്, അതായത് ശ്രീനാരായണ പബ്ലിക് സ്കൂൾ പൂത്തോട്ട, ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നത്. അച്ഛൻ ആർമിയിലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പല സ്ഥലത്തായിരുന്നു, രാജസ്ഥാൻ, പഞ്ചാബ്, ഡൽഹി, അങ്ങനെ ഓരോ സ്ഥലത്തായിരുന്നു. ലാസ്റ്റ് ഇവിടെ വന്ന് ചേക്കേറി. ഇവിടെ വന്നിട്ട് പിന്നെ 5ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ ഇവിടെ തന്നെയായിരുന്നു. അങ്ങനെ 10th ബോർഡ് എക്സാം കഴിഞ്ഞ് 11th അഡ്മിഷൻ ആവാറായി. 11th അഡ്മിഷൻ ആയപ്പോഴാണ് ഞങ്ങൾ 9 പേരായിരുന്നു ഈ സ്കൂളിലെ ഫസ്റ്റ് കൊമേഴ്സ് ബാച്ച്. അങ്ങനെ ശ്രീനാരായണ പബ്ലിക് സ്കൂളിലെ ഫസ്റ്റ് കൊമേഴ്സ് ബാച്ച് ആയിരുന്നു ഞങ്ങൾ 9 പേര്, 6 ഗേൾസും 3 ബോയ്സും. ഇതേ സമയം ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട് കുറേ പുതിയ ടീച്ചേഴ്സ് ഇവിടെ വന്നു. ക്ലാസ്സിൽ ഞങ്ങൾ 9 പേര് ഒരേ വൈബായിരുന്നു. ഞങ്ങളുടെ വൈബിന് തന്നെ സെറ്റ് ആവുന്ന പോലെ കുറേ പുതിയ അടിപൊളി ടീച്ചേഴ്സിന് ഞങ്ങൾക്ക് കിട്ടി. പക്ഷെ കണ്ണടച്ച് ഓർക്കുന്ന നേരം കൊണ്ട് ആ 2 വർഷം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോയിട്ടോ. എന്തിനാ ആ സമയം ഇത്ര വേഗം കഴിഞ്ഞു പോയെന്നുള്ള വിഷമം മാത്രമേ ഇപ്പോഴും ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, സമയം പിറകോട്ട് പോയിരുന്നെങ്കിലെന്ന്. സമയം പിറകോട്ട് പോയിരുന്നെങ്കിൽ ഞാൻ ഈ 2 വർഷത്തേക്ക് തിരിച്ചു വരാൻ വീണ്ടും ആഗ്രഹിക്കും. ഈ അലംനൈ മീറ്റിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ പെർഫോം ചെയ്ത ചീവീട് എന്ന് പറയുന്ന ബാൻഡാണ്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു കേട്ടോ അവരുടെ. ഐ എം സോ സോറി ടു സേ, ഞാൻ ഈ ബാൻഡിനെ കുറിച്ച് കേട്ടിട്ടില്ല എങ്കിലും ദേ ആർ അമേസിംഗ്. അവിടെ ലീഡ് സിംഗർ ഉണ്ട്. ആ ലീഡ് സിംഗറിനെ എങ്ങനെ ഓഡിയൻസിനെ കയ്യിലെടുക്കാം, എങ്ങനെ അവരെ എൻ്റർടൈൻ ചെയ്യാൻ നല്ല അടിപൊളിയായിട്ട് അറിയാം. ഓഡിയൻസിലേക്ക് നല്ല പുഷ്പം പോലെയല്ലേ കയ്യിലെടുത്ത് എൻ്റർടൈൻ ചെയ്ത് വെച്ചത്. അപ്പോൾ എന്താ, ഇത്രയൊക്കെയുള്ള നമ്മുടെ വിശേഷങ്ങൾ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.